സുരേഷ്, രമേശ് ഈ രണ്ടുപേരും നമ്മളെ പരസ്യത്തിൽ ചിരിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ഈ തിരഞ്ഞെടുപ്പിലും അങ്ങനെ രണ്ടുപേരുണ്ടായിരുന്നു. ഒരാൾ സുരേഷ് ഗോപിയും മറ്റൊരാൾ രമേശ് എന്ന കൃഷ്ണകുമാറും. അതായത് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ സുരേഷിനെ വെച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തുവെങ്കിൽ ഇപ്രാവശ്യം നമുക്കങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വന്നിട്ടില്ല. സുരേഷിന് കൂട്ടായി രമേശും ഉണ്ടായിരുന്നു. അതായത് കൃഷ്ണകുമാർ എന്ന മലയാള സിനിമയിലെ നടനുമുണ്ടായിരുന്നു എന്നർത്ഥം. ഇപ്രാവശ്യം അവർ നടന്മാരായിട്ടല്ല വന്നത്, അതായത് സിനിമാ നടന്മാരായിട്ടല്ല വന്നത്, മറിച്ച് BJP എന്ന നാടകത്തിലെ നായകന്മാരായിട്ടാണ് എന്നുള്ള കാര്യം എടുത്തു പറയേണ്ടതുണ്ട്. സുരേഷ് ഗോപിയും കൃഷ്ണകുമാറും ചേർന്ന് BJPയെ അങ്ങ് ഒരുപാട് മുകളിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചതായിരുന്നു. അതിനു മുൻപ് നമുക്ക് കൃഷ്ണകുമാറിന്റെ ചില വാക്കുകൾ കേൾക്കാം. എന്നാണ് ഇലക്ഷൻ എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ. 8-ാം തീയതി രാവിലെ നേരത്തെ നമ്മൾ എണീക്കണം, കുളിക്കണം, പ്രാർത്ഥിക്കണം. പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ട് എന്താ ചായയാണോ കട്ടൻ ചെയ്യണം, എന്താ ഇൻഷുറൻസ് കുടിച്ചിട്ട് 7 മണിക്ക് തന്നെ നമ്മുടെ ബൂത്തിലെത്തണം. ബൂത്തിലെത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ബാലറ്റ് മെഷീന്റെ മുമ്പിലോട്ട് ചെന്നിട്ട് നമ്മൾ എന്താ മനസ്സിൽ ധ്യാനിക്കേണ്ടത്? നമ്മുടെ ശ്രീധർമ്മശാസ്താവിനെ മനസ്സിൽ ധ്യാനിക്കുക. ഇമാതിരി പറച്ചിലായിരുന്നു കൃഷ്ണകുമാർ പറഞ്ഞതെങ്കിൽ സുരേഷ് ഗോപി ആവട്ടെ ഇടതുപക്ഷത്തെ അറബിക്കടലിലേക്ക് ഞങ്ങൾ വലിച്ചെറിയും, കേരളം ഞാൻ ഇങ്ങോട്ടെടുക്കുകയാണ്, അങ്ങനെ തുടങ്ങുന്ന കിടുക്കാച്ചി ഡയലോഗുമായി സുരേഷ് ഗോപി മുന്നോട്ട്. അതിനോടൊപ്പം 1000 പഞ്ചായത്തുകളും ഞങ്ങൾ പിടിക്കുമെന്ന് പറഞ്ഞു. അതൊക്കെ പോകട്ടെ, കേരളത്തിൽ 1000 പഞ്ചായത്തില്ല എന്ന കാര്യം ഇയാൾക്കറിയത്തുമില്ല. എന്നാൽ രസകരമായ സംഭവം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവരൊക്കെ വലിയ രീതിയിൽ മുന്നോട്ട് കൊണ്ടുവന്ന ആളായിരുന്നു BJPയുടെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള അഡ്വക്കേറ്റ് സുരേഷ്. അതായത് തിരുവനന്തപുരത്തെ BJPയുടെ ജില്ലാ അധ്യക്ഷൻ അഥവാ ജില്ലാ പ്രസിഡന്റ് ആയിട്ടുള്ള അഡ്വക്കേറ്റ് എസ് സുരേഷ് ചാനൽ മുഖമാണ്. അതായത് BJPയുടെ ഒരു ചാനൽ മുഖം എന്ന് വേണം പറയാൻ. എസ് സുരേഷിനെ എങ്ങനെയെങ്കിലും വിജയിപ്പിച്ച് തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് പിടിച്ചെടുക്കാനുള്ള എല്ലാ ശ്രമത്തിലുമായിരുന്നു ആരുണ്ടായിരുന്നത്? നമ്മുടെ സുരേഷ് ഗോപിയും കൃഷ്ണകുമാറും ഉണ്ടായിരുന്നത്. എന്നാൽ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള അഡ്വക്കേറ്റ് സുരേഷിന് ദയനീയമായ പരാജയമാണ് ഉണ്ടായിട്ടുള്ളത്. അതും വെങ്ങാനൂർ എന്ന BJPയുടെ സിറ്റിംഗ് സീറ്റിൽ. ഇത്രത്തോളം ദയനീയമായ തോൽവിയാണ് BJPയുടെ നേതാക്കന്മാർക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഗോപാലകൃഷ്ണൻ തൃശ്ശൂരിൽ തോൽക്കുന്നു, BJPയുടെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള എസ് സുരേഷ് തിരുവനന്തപുരത്ത് ദയനീയമായി പരാജയപ്പെടുന്നു. ഇതിൽ നിന്നും വ്യക്തമാകുന്ന ചിത്രങ്ങൾ എന്ന് പറയുന്നത് BJPയുടെ നേതാക്കന്മാരോടുള്ള ജനങ്ങളുടെ താല്പര്യമാണ്. സത്യാവസ്ഥ എന്ന് പറയുന്നത് ചാനൽ ചർച്ചകളിൽ ഇവർ വിളമ്പുന്ന വിഡ്ഢിത്തരങ്ങൾ പൊതുജനങ്ങൾക്ക് കൃത്യമായി മനസ്സിലായപ്പോൾ സുരേഷ് ഗോപി വന്നിട്ടും കാര്യമില്ല, നടൻ കൃഷ്ണകുമാറും വന്നിട്ട് കാര്യമില്ല. കാരണം ഇവരെ രക്ഷിക്കണമെങ്കിൽ ദൈവം തമ്പുരാൻ തന്നെ വിചാരിക്കേണ്ടതുണ്ട്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള. Mama's dishwash liquid, soft on hands.